ഇന്നലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. അതിന്റെ ഒരു ആഘോഷം എന്ന നിലയിൽ ലോക്ഭവൻ ഒരു ചായ സത്കാര പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന് ലോക്ഭവൻ ഇട്ടിരിക്കുന്ന പേര് അറ്റ് ഹോം എന്നാണ് പേര്. അതിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ലോക്ഭവനിലേക്ക് ക്ഷണിച്ച് അവർക്കൊരു ചായ സത്കാരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ അറ്റ് ഹോം എന്ന് പറയുന്നത്. നിലവിൽ അതിലിപ്പോൾ ഒരു വിവാദമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, PSC ചെയർമാനെ മാത്രമല്ല 15 അംഗങ്ങളെയും കൂടി, അതായത് 15 മെമ്പർമാരെയും കൂടി ലോക്ഭവൻ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അറ്റ് ഹോം ചടങ്ങിലേക്ക് PSC ചെയർമാൻ MR ബൈജുവിനെ ലോക്ഭവൻ ക്ഷണിച്ചിട്ടില്ല. ഇതാദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിലെ ചായ സത്കാരത്തിൽ ചെയർമാനെ ക്ഷണിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയർമാനെ ഒഴിവാക്കിയതോടെ 15 അംഗങ്ങളെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. കാരണം ഈ PSC ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്കറിയാം, നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങളായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള അഴിമതികൾ, വെട്ടിപ്പുകൾ അടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ PSC നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടടക്കം വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അടക്കം ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച്, അതായത് ക്രൈം ബ്രാഞ്ച് അടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. PSC തന്നെ ഇപ്പോൾ അവരുടെ വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും പലതരത്തിലുമുള്ള തട്ടിപ്പുകൾ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അടക്കം ഇപ്പോൾ PSC നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. അത് കുറച്ച് ചോദ്യങ്ങൾക്കൊന്നും മാർക്ക് ഇടാതിരിക്കുക, കുറച്ച് ചോദ്യങ്ങൾ റദ്ദാക്കുക എന്നടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. KS അടക്കമുള്ള പരീക്ഷകളിലടക്കം വാക്കൻസി, അതായത് ഒഴിവില്ലാഞ്ഞിട്ടും PSC വെറുതെ പരീക്ഷ നടത്തി എന്നടക്കമുള്ള ചില ഉത്തരവാദിത്തമില്ലാത്ത ചില സമീപനങ്ങൾ PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒട്ടനവധി ലക്ഷക്കണക്കിന് പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ പോകുന്നതിനോടൊപ്പം തന്നെ ഗവർണറുടെ വസതിയായ ലോക്ഭവനിലേക്കും ഗവർണറുടെ കയ്യിലേക്കും മെയിലായിട്ടും അല്ലാതെയുമൊക്കെ PSCയുടെ ഉദ്യോഗാർത്ഥികൾ PSCയുമായി ബന്ധപ്പെട്ട ചില അവരുടെ പരാതികൾ ഗവർണറെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു നിയമന തട്ടിപ്പിൽ മുഖ്യ പങ്കായി നിൽക്കുന്ന, അതായത് PSC ചെയർമാൻ അടക്കം ഒരു മുഖ്യ പങ്ക് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സംശയത്തോടെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം കാണുന്നുണ്ട്, വിജിലൻസ് അടക്കം കാണുന്നുണ്ട്, അതായത് PSCയുടെ വിജിലൻസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റഡാറിൽ, ഒരു അന്വേഷണത്തിന്റെ ഒരു സംശയത്തിന്റെ റഡാറിൽ PSC ചെയർമാൻ നിൽക്കുമ്പോൾ ആ ചെയർമാനെ വിളിച്ച് ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചായ സത്കാരം കൊടുക്കുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം PSC ചെയർമാൻ അടക്കം PSCയിലെ മെമ്പർമാരടക്കം ഈ നിയമന തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചായ സത്കാരം കൊടുക്കുക എന്നുള്ളത് അത് കള്ളനെ കഞ്ഞി വെക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതൊരു തെറ്റായ ഒരു സന്ദേശം ഉദ്യോഗാർത്ഥികളുടെ ഇടയിലേക്ക് വരും. കാരണം ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗവർണറെ സമീപിച്ച് ഗവർണർക്ക് പരാതി നൽകിയത് PSCയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നീക്കം, അപ്പോൾ ഗവർണർ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിശ്വാസം നൽകുക, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്നൊരു വിശ്വാസം ഗവർണർ നൽകുക എന്നതിന്റെ ഒരു ആദ്യത്തെ ഒരു പടിയായിട്ടാണ് ഈ ചായ സത്കാരത്തിൽ PSCയെ മൊത്തത്തിൽ, PSCയുടെ ചെയർമാനെയും അതോടൊപ്പം തന്നെ മെമ്പർമാരെയും എല്ലാം മാറ്റി നിർത്തുന്ന ഒരു നിർണായകമായ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിയമന തട്ടിപ്പ് പരാതികൾ കാരണമാണ് ചെയർമാനെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അത് അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ. ചെയർമാനെ ഒഴിവാക്കൽ ലോക്ഭവൻ കൂടുതൽ നടപടിയിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ ഒരു സൂചനയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. PSC ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. നിയമന തട്ടിപ്പിൽ ഗവർണർക്ക് നിരവധി പരാതികൾ ലഭിച്ചു എന്ന സൂചനയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന സത്കാരത്തിലേക്ക് മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP, ഹൈക്കോടതി ജഡ്ജിമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാരെയും ക്ഷണിക്കുന്ന ഒരു കാര്യം പതിവാണ്. എന്നാൽ ഇത്തവണ PSC ചെയർമാന് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. സർക്കാരും ലോക്ഭവനും തമ്മിലുള്ള തർക്കങ്ങളും പൊരുത്തക്കേടുകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധ്യക്ഷനെ ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കിയത് ബോധപൂർവമാണോ അതോ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. മുഖ്യമന്ത്രി കാട്ടി മുകളിലാണ് ഗവർണറുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് തീരുമാനിക്കാം തന്റെ വസതിയിലേക്ക് ചായ സത്കാരത്തിന് ആര് വരണം, ആര് വരണ്ട എന്നുള്ളതിന്റെ മുഖ്യമായിട്ട് തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. സംഭവത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇതുവരെ ഒന്നും തന്നെ ലോക്ഭവൻ പുറത്ത് വിട്ടിട്ടില്ല. ഭരണഘടനാ പദവികളെ അവഗണിക്കുന്ന തരത്തിലുള്ള ഇത്തരം നടപടികൾ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്ന വിമർശനം ഇതോടെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വാദം ഇപ്പോൾ ഉയരുന്നത്, ഭരണഘടനാ പദവിയാണ് PSC ചെയർമാന്റേത്, പക്ഷെ കൃത്യമായി സുതാര്യമായ രീതിയിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്ന ഒരു PSCയെ അതിനെ കുളം തോണ്ടി അതിനെ നശിപ്പിക്കാൻ ഈ PSC ചെയർമാന് ആരധികാരം നൽകിയെന്ന
ചോദ്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്നുണ്ട്. അപ്പോൾ നേരാവണ്ണം ജോലി ചെയ്യാതെ ഭരണഘടനാ പദവിയുള്ള ആ ഒരു പദവിയെ ദുരുപയോഗം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഗവർണറുടെ നടപടി നല്ലതാണ് എന്നുള്ള ഒരു കയ്യടി എന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം പലതരത്തിലുമുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ നിയമനങ്ങൾ, സർവകലാശാല വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന വിയോജിപ്പുകളുടെ തുടർച്ചയായി മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന രാഷ്ട്രീയ സംശയങ്ങളും ഉയരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ PSC ചെയർമാൻമാർ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഗവർണർ തന്നെ നേരിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് നിയമിക്കുന്ന ഭരണഘടനാ പദവിയാണ് PSC ചെയർമാന്റേത് എന്നിരിക്കെ ആ പദവിയെ വിരുന്നിന്റെ അതിഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ലോക് ഭവൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആശയവിനിമയ വീഴ്ചയാണോ അതോ അതിഥി പട്ടിക തയ്യാറാക്കിയപ്പോൾ സംഭവിച്ച പിഴവാണോ ഇതിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല. സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പദവികളെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന വിമർശനം ഇതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. പലതരത്തിലുമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ലോക് ഭവന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ ഒരു സന്ദേശം മിക്കവാറും നാളെയോടുകൂടി തന്നെ എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലഭിച്ച പരാതി അത് മാനിച്ചിട്ടാണോ, അല്ലെങ്കിൽ PSC ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു റഡാറിലാണ്. അപ്പോൾ അതിൽ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം PSC ഒന്ന് ഉടച്ചു വാർക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിച്ച ശേഷം മാത്രം ഇപ്പോൾ PSC ചെയർമാൻ അടക്കം മെമ്പർമാരടക്കം അവർ ഇപ്പോൾ ഒരു ആരോപണ നിലയിലാണ്. അതെല്ലാം ഒന്ന് വ്യക്തമായി തെളിഞ്ഞതിന് ശേഷം മാത്രം ചായ സത്കാരത്തിലേക്ക് വന്നാൽ മതിയെന്ന ഒരു തീരുമാനത്തിലാണോ ഇവരെയൊക്കെ മാറ്റി നിർത്തിയത്, അതോ ലോക് ഭവനിൽ ഓഫീസിൽ നിന്നുണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാകപ്പിഴവാണോ എന്നുള്ളത് നാളെയോട് കൂടി മാത്രമേ ലോക് ഭവനിൽ നിന്നും വിശദമായ ഒരു അവരുടെ ഒരു വിശദീകരണം ലഭിച്ചാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ.